നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, അച്ഛൻ എവിടെ പോവാ? കടയിലേക്ക്. വേണ്ടച്ചാ, അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് പുറത്തേക്ക് എങ്ങോട്ടും പോണ്ട. അകത്ത് മുറി ചെന്നിരിക്കെ. മോളെ, എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഞാൻ കടയിൽ ചെന്നിരിക്കുന്നതാ നല്ലത്. ഇവിടെ ഇരുന്ന് ശരിയാവില്ല, ആകെ കൈവിട്ടു പോകും. അവിടെ വാസം ഉണ്ടാവും. അവനുമായി വർത്താനം പറഞ്ഞിരുന്ന മനസ്സിന് സമാധാനം കിട്ടും. ശരിയാ, അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ പോയിട്ട് വരൂ. അമ്മേ, വലിയൊരു വിശ്വാസവഞ്ചന അമ്മ ഈ ചെയ്യുന്നത്. നീ പോടി, നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നല്ല പോലെ കഷ്ടപ്പെട്ടും വാശി പിടിച്ചുവാ ഞാൻ ആ സ്ഥലം എന്റെ പേരിലേക്ക് ആക്കി വാങ്ങിയത്. എന്തിനാന്നറിയോ? എനിക്ക് സൂഹിക്കാനൊന്നും അല്ല, നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടിയാ. ഇത് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതാ. ആതിര ചേച്ചിയുടെ കല്യാണം മുടക്കിയിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് നീ ഇപ്പൊ പറയും. എന്നിട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിന്റെ പേരിൽ എന്റെ മുന്നിൽ വന്ന് നിന്ന് കരയും. കല്യാണം മുടക്കി ഒരു ജീവിതം നശിപ്പിച്ചതിന്റെ പാപം താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. എവിടെയെങ്കിലും ഇറങ്ങി അങ്ങ് പോവും ഞങ്ങള്. ആ ആധാരവും കെട്ടിപ്പിടിച്ച് ജീവിതത്തിന്റെ ശേഷം ഭാഗം ആസ്വദിച്ച് അമ്മ അങ്ങ് കഴിഞ്ഞോ? ഈ പാപമെല്ലാം അമ്മ എവിടെ കൊണ്ടുപോയി തീർക്കും? എന്നോട് തർക്കിക്കുന്നു. എന്താ അമ്മ ചെയ്യുന്നത്? അത് ചോദിക്കാൻ നീ ആരടി? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛനാകെ ദേഷ്യത്തിലാ പോയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് വെക്കാൻ ആധാരം തരില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ക്ഷമിച്ചു. പക്ഷെ ഇത് അച്ഛൻ ക്ഷമിക്കുന്നു തോന്നുന്നില്ല. അമ്മ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുന്ന എനിക്ക് തന്നെ അറിയില്ല. അറിയില്ലെങ്കിൽ എനിക്കെന്താടി? ഒന്നുമില്ലാന്ന് എനിക്ക് അറിയാം അമ്മേ. അതുകൊണ്ട് എനിക്ക് കല്യാണേ വേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അതോടെ ഈ കലഹമൊക്കെ തീരുമല്ലോ. തീരട്ടെ, എല്ലാവർക്കും സന്തോഷാവട്ടെ. അമ്മയുടെ അഹങ്കാരം എല്ലാ ലിമിറ്റും കഴിഞ്ഞു കേട്ടോ. ഒരൽപ്പം അതിൽ കടന്നു പോയോ ഞാൻ. തിരുത്തണം, ഉടനെ തിരുത്തണം, ഇപ്പൊ തന്നെ തിരുത്തണം. ആധാരം കൊടുക്കാന്ന് പറയാം. അത് കഴിഞ്ഞ് കല്യാണം മുടക്കാൻ വേറെന്തെങ്കിലും വഴി തെളിഞ്ഞു വരും. ആതിരെ, ഞാനൊരൽപ്പം രൂക്ഷമായിട്ട് പ്രതികരിച്ചു പോയി. നിന്റെ അച്ഛൻ എന്നോട് കയർത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ പറ്റിയത്. സാരമില്ല, അതങ്ങ് വിട്ടേക്ക്. എന്റെ ചേച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ. ആധാരം ഞാൻ തരാം, നീ വിഷമിക്കണ്ട. എന്താ, വിശ്വാസായില്ലേ? അച്ഛനോട് വിളിച്ചു പറയ്. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. സാർ, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു സാർ. അതൊക്കെ എന്തിനാ ഇവിടെ വന്ന് എന്നോട് പറയുന്നേ? ഇവിടെയാണ് പറയേണ്ടതെന്ന് ആ സാർ പറഞ്ഞു. ഇതെന്തൊരു കഷ്ടമാ. അതിന് ഞാനെന്ത് വേണം? റേഷൻ കാർഡിലെ കുട്ടിയുടെ പേര് ചേർക്കണമായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളല്ലേ? ആ കസേരയിലിരിക്കുന്ന ആളാ ഇതൊക്കെ ചെയ്യേണ്ടത്. ലീവ് കഴിഞ്ഞ് ഇന്ന് ജോയിൻ ചെയ്യേണ്ടതാ. പക്ഷേ പുള്ളി വന്നിട്ടില്ല. തൽക്കാലം ആ സെക്ഷനിൽ ഇരിക്കുന്ന മാഡത്തെ ഒന്ന് കണ്ടാ മതി. ശരി. എടാ അഭിലാഷേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദേഹരി, ഡബിൾ ഡ്യൂട്ടിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ ജോലിയും നിന്റെ ജോലിയും. ഈ തിരക്കിനിടയില് നിന്റെ കഥ പറച്ചിലും കേൾക്കാൻ സമയമില്ല. അഭി, നാളെ നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഞാനേ സഹായിക്കാൻ കാണൂ, അത് ഓർമ്മ വേണം. ഇങ്ങനെ എന്തവസ്ഥ? പറയാം. നിന്റെ ഭാവി അമ്മായിച്ചൻ വന്ന് അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടുമ്പോൾ അവസ്ഥ. എനിക്ക് ഭാവി അമ്മായിച്ചൻ ഇല്ല ചങ്ങാതി. ഞാൻ നിത്യബ്രഹ്മചാരിയാ. അത് ഈ ജന്മത്തിലല്ലേ, അടുത്ത ജന്മത്തിലുണ്ടായാലോ? നീ ഏതായാലും കാര്യം പറ. എല്ലാം കൈവിട്ടു പോയി ചങ്ങാതി. ഇപ്പോഴും നീ കാര്യം പറഞ്ഞില്ല. ആതിരെ അവളുടെ അച്ഛൻ എന്നെ അപമാനിച്ചു അഭിലാഷേ. അപമാനിച്ചെന്നോ? എങ്ങനെ? കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവര് വീട്ടിൽ വന്നു. എന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ബോധം കെട്ട് വീണടാബി. എന്ത് കാര്യങ്ങൾ അവര് പറഞ്ഞത്? കല്യാണം നല്ലൊരു മണ്ഡപത്തിൽ വെച്ച് നടത്തണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം.
നല്ലൊരു കാറ്ററിംഗ് സർവീസുകാരെ ആതിര നെറ്റിൽ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ തന്നെ ഏൽപ്പിക്കാം സദ്യയുടെ കാര്യം എന്നാ മോള് പറയുന്നത്. ഒരു ഇലയ്ക്ക് 600 രൂപയോ മറ്റോ ആവുമെന്നാ പറഞ്ഞത്. എന്റെ കസ്റ്റമറിൽ ഒരാള് ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്നുണ്ട്. കല്യാണത്തിന്റെ മൊത്തം മാനേജ്മെന്റും അവരങ്ങ് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. അതൊരു വലിയ ചതിയായിപ്പോയി. 12 രൂപയുടെ ഉഴുന്നുവട 8 രൂപയ്ക്ക് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് 4 കിലോമീറ്റർ നടന്ന നിന്നോട് ചെയ്ത വലിയ വഞ്ചന. കറക്റ്റാ, നീ അപമാനിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആത്മഹത്യയെക്കുറിച്ച് അല്ല, ചിന്തിക്കണ്ടതാ പറഞ്ഞ. രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ പറയടേ. നീയല്ലേ പറഞ്ഞത് നീ അണീച്ച മോതിരം ആദ്യം വലിച്ചെറിഞ്ഞു എന്ന്? അതെനിക്ക് തെറ്റിയതാ. ആ ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്തപ്പോ ഊരി തെറിച്ചതാ മോതിരം. ചങ്ങാതി, ഒരു ജന്മത്തിൽ ഒരു കല്യാണമല്ലേ ഉള്ളൂ. അതങ്ങ് അടിപൊളിയെ നടത്തുന്നതിൽ എന്താ തെറ്റ്? നിന്റെ കയ്യിലാണെങ്കിൽ കാശുണ്ട് താനും. എന്റെ കയ്യിൽ കാശുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? നീ തന്നെ. നിന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് കാശ് 10 മടങ്ങായി കിടപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൽ തൊട്ട് കളിക്കുന്ന പ്രശ്നമില്ല. നീ ഒരു കാര്യം ചെയ്, ആതിരയെ സംസാരിച്ച് ഈ കല്യാണമേ ക്യാൻസൽ ചെയ്തേക്ക്. നിശ്ചയം മോതിരം മാറലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം ക്യാൻസൽ ചെയ്യാനോ? എടാ, കല്യാണ പന്തൽ വെച്ച് ക്യാൻസൽ ആയി പോരല്ലേ പല കല്യാണങ്ങളും. അതൊരു പോയിന്റാ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അതെന്താ? അനന്ത വാസുകി തക്ഷക കാളിയ കാർക്കോടക. എടാ, നാഗോപം വരും. ഈ ജന്മം കല്യാണം നടക്കാതെ പോവും. സന്യാസിന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓ ശരിയാണല്ലോ. നീ പറഞ്ഞ പോയിന്റ് വല്ലാത്തൊരു ഊരാ കൊടുക്കാണല്ലോ. ആതിരല്ലാതെ മറ്റൊരു പെണ്ണ് നിനക്ക് ഭാര്യയായി വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ നേരിട്ട് ആതിരയുമായി സംസാരിക്കേ. ലോകത്തെ ആകെ ഗ്രസിച്ചിട്ടുള്ള വൻ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് വിസ്തരിക്കേ. അങ്ങനെ കല്യാണ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്ത്. സാമ്പത്തിക മാന്ദ്യം എനിക്ക് മാത്രമല്ലെന്ന് സ്ഥാപിക്കണം അല്ലേ? യെസ്, അതിനെക്കുറിച്ച് പഠിക്കാൻ നിനക്ക് കുറച്ച് പുസ്തകങ്ങൾ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തു തരാം. അത് വർക്കൗട്ട് ആവും അല്ലേ? 100%. ആതിരയുടെ കാര്യത്തില് ഞാൻ ചമ്മുവോ? 100%. ഏയ് അല്ല, 0%. ഈ പുത്തരി അംഗം നീ ജയിച്ചു വരും വീരചേകവരെ.